ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് പോയാലോ? ഇപ്പോൾ ഒരു മീറ്റിംഗ് ആണെന്ന് തോന്നുന്നു. എല്ലാവരും ലിവിംഗ് റൂമിൽ വന്നിട്ടുണ്ട്. അനീഷ് ക്യാപ്റ്റൻ ആയതുകൊണ്ടാവാം എല്ലാവരും എത്തിയിട്ടുണ്ട് ബിഗ് ബോസ് എന്ന് എടുത്തെടുത്ത് വീണ്ടും വീണ്ടും പറയുന്നുണ്ട്. നിവിൻ വന്നിട്ട് എന്താണെന്നറിയില്ല, അവിടെ ഇരിക്കുന്നില്ല. അവിടെ ഏറ്റവും ഫ്രണ്ടിൽ ചുമ്മാ നിൽക്കുന്നുണ്ട്. അപ്പോൾ സരിക ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ പൊക്കും നിന്നെ ബിഗ് ബോസ് വന്നിട്ട്. അതിന് അപ്പോൾ തന്നെ നിവിൻ മറുപടി കൊടുക്കുന്നുണ്ട്, നമ്മളാരും നേഴ്സറി പിള്ളേരല്ല എന്നും. ബിഗ് ബോസ് എല്ലാവരോടും ലിവിംഗ് റൂമിൽ വരാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ അടങ്ങിയിരിക്കാൻ പറഞ്ഞിട്ടില്ല എന്നും പറയുന്നുണ്ട്. സരികയും നിവിനുമായിട്ടുള്ള ഈ ഒരു സംസാരത്തിനിടക്ക് ബിഗ് ബോസ് അനുവിനോട് ചോദിക്കുന്നുണ്ട്, അനുമോൾ ബാറ്ററി മാറ്റിയിട്ടുണ്ടോ എന്നും. വേഗം തന്നെ നോക്കിയിട്ട് പറയുന്നുണ്ട്, 2 കട്ട കൂടിയുണ്ട് ബിഗ് ബോസ്, വെറുതെ വേസ്റ്റ് ആക്കണ്ട എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ കാര്യത്തിലേക്ക് കടക്കാം. ജയിൽ നോമിനേഷന് വേണ്ടിയാണ് എല്ലാവരെയും ബിഗ് ബോസ് ലിവിംഗ് റൂമിലേക്ക് വിളിച്ചിട്ടുള്ളത്. ബിഗ് ബോസിൻ്റെ ക്യാപ്റ്റൻ ആയതുകൊണ്ട് അനീഷിനോട് ബിഗ് ബോസ് പറയുന്നുണ്ട്, അനീഷിന് ഡയറക്റ്റായിട്ട് ഒരാളെ ജയിലിലേക്ക് വിടാൻ സാധിക്കുമെന്നും. അനീഷ് ശരത്തിനെയാണ് ജയിലിലേക്ക് പോകാൻ വേണ്ടി നോമിനേറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ശരത്തിനെ മറ്റാർക്കും നോമിനേറ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് ബിഗ് ബോസ് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഓരോരുത്തരായി തൻ്റെ നോമിനേഷൻ ആരൊക്കെയാണെന്ന് പറയാൻ തുടങ്ങി. രണ്ടാമതായി പറഞ്ഞത് നിവിനാണ്. നിവിൻ പറഞ്ഞത് RJ ബിൻസിയെയാണ്. അങ്ങനെ ഓരോരുത്തരായി അവരവരുടെ ഒപ്പീനിയൻ പറഞ്ഞ് ഓരോരുത്തരെ നോമിനേറ്റ് ചെയ്തു ജയിലിലേക്ക് പോകാൻ വേണ്ടി. വെറുതെ അങ്ങ് പേര് പറഞ്ഞ് നോമിനേറ്റ് ചെയ്യാൻ ബിഗ് ബോസ് ഒട്ടും സമ്മതിക്കില്ലല്ലോ. അതുകൊണ്ട് തക്കതായ കാരണം തന്നെയാണ് ഓരോരുത്തരിൽ നിന്നും ആവശ്യപ്പെട്ടത്. അത് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ശൈത്യയെ നോമിനേറ്റ് ചെയ്യാൻ വേണ്ടി കാരണങ്ങൾ പറഞ്ഞത് ഇവയൊക്കെയാണ്. ശൈത്യ ഒട്ടും ആക്റ്റീവല്ല എന്നും ഉൾവലിഞ്ഞു നിൽക്കുന്ന ഒരു പ്രതീതിയാണ് തനിക്കെന്നുമാണ് നൂറയും ആദിലയും പറഞ്ഞത്. ഇങ്ങനെയുള്ള കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി കുറച്ചുപേര് ശൈത്യയെ നോമിനേറ്റ് ചെയ്തെങ്കിലും ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് അനുമോൾക്കാണ്. കാരണങ്ങൾ പറഞ്ഞത് ആവശ്യമില്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നു തുടങ്ങി ഒട്ടേറെയാണ്. എന്തായാലും ആകെ 2 വ്യക്തികൾക്ക് മാത്രമാണല്ലോ ജയിലിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഒരാളെ ക്യാപ്റ്റനായ അനീഷ് നേരത്തെ തന്നെ തിരഞ്ഞെടുത്തു, അത് ശരത്താണ്. ശരത്തിൻ്റെ ഒപ്പം ആരായിരിക്കും പോകുക എന്ന് അറിയാനുള്ള ഒരു വോട്ടിംഗ് ആണ് ഇപ്പോൾ നടന്നത്. അതിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിരിക്കുന്നത് അനുമോൾക്കാണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അനുമോളും ശരത്തുമാണ് ഇന്നത്തെ ജയിൽ നോമിനേഷൻ വഴി ജയിലിൽ കിടക്കാൻ പോകുന്നത് എന്നാണ്. ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവിൻ്റെ ഇതിൻ്റെ ബാക്കി അപ്ഡേറ്റിന് വേണ്ടി അടുത്ത വീഡിയോ നോക്കാം.